നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് രസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ രസം പൊടി ഇല്ലാതെ തന്നെ എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള രസം നമുക്ക് വീട്ടിലുണ്ടാക്കുക എന്നുള്ള ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. ഇവിടെ ഞാനൊരു ബൗളിലേക്ക് 15 വെളുത്തുള്ളി ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ജീരകം ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചിട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർക്കാം. ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ശർക്കര ചേർക്കുന്നുണ്ട്. ഇപ്പം മധുരം അധികം ഇഷ്ടമില്ലെന്ന് വെച്ചാൽ കുറച്ച് ശർക്കര ചേർത്തിയാൽ മതി. പിന്നെ 1 മീഡിയം തക്കാളി ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളീനെ നന്നായിട്ട് കൈകൊണ്ട് തന്നെ തിരുമ്പി ഉടയ്ക്കണം. മിക്സിയിലിട്ട് അടിച്ചെടുക്കരുത്. അപ്പോൾ ടേസ്റ്റിനൊരു വ്യത്യാസം, മണത്തിനും ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്പിയിട്ട് തക്കാളീനെ ഇതിലേക്ക് മിക്സ് ചെയ്യുക. എന്നിട്ട് 1 കപ്പ് പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 1 കപ്പ് പുളിവെള്ളം വന്നിട്ട് ഞാൻ 1 നാരങ്ങ അളവിന് പുളി എടുത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് 2 ഗ്ലാസ് പച്ചവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഇത് വന്നിട്ട് ഒരു 6 പേർക്ക് കഴിക്കാനുള്ള രസം ഉണ്ടാവും. അപ്പം പതുക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. രസത്തിന് വന്നിട്ട് ചെറിയ ഫ്ലെയിമിൽ തന്നെ വേണം തിളപ്പിച്ചെടുക്കാൻ. അപ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട ഈ സ്പൈസുകളുടെയൊക്കെ നല്ല മണം പതുക്കനെ ആ വെള്ളത്തിലേക്ക് മിക്സ് ആവണം. അപ്പോഴാണ് രസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും. അപ്പോൾ ഇവിടെ രസം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് രസത്തിനെ വറുത്തിടാം. രസം തിളച്ച് വരുമ്പോൾ ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. ഇവിടെ ഒരു പാനിൽ ഞാൻ കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കണം. ഉലുവേനെ ഒന്ന് ലൈറ്റായിട്ട് ചുവന്ന കളർ വരുന്നവരെ വേണം വറുത്തെടുക്കാൻ. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വറക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. കരിഞ്ഞു കഴിഞ്ഞാൽ രസത്തിൻ്റെ ടേസ്റ്റ് ശരിക്കും ഉണ്ടാവില്ല. അപ്പോൾ ഉലുവ ചുവന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഉണക്കമുളക് കുറച്ച് ഇട്ട് കൊടുക്കാം. ഒരു പിടി കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് പതുക്കനെ മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ രസത്തിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ ഈ ഉലുവേനെയും കടുകിനെയും രസത്തിൻ്റെ തിളച്ച് വെച്ച രസത്തിലേക്ക് ചേർക്കുന്നുണ്ട്. ഒരു പിടി കൊത്തമല്ലിയുടെ ഇലയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് പതുക്കനെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് അടച്ച് വയ്ക്കാം. പ്രത്യേകം അടച്ച് വെക്കണം. അപ്പോഴാണ് നമ്മൾ ഈ വറുത്തിട്ടതിൻ്റെ ഫ്ലേവർ പുറത്തേക്ക് പോകാണ്ടിരിക്കുള്ളൂ. അതിലേക്ക് ആ മണം നന്നായിട്ടൊന്ന് വെള്ളത്തിൽ മിക്സ് ആവും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് ചൂടായിട്ടുള്ള ചോറ് പപ്പടത്തിൻ്റെയും കൂടി കഴിക്കാൻ വളരെ രുചിയായിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഒരു പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.